Good afternoon, everyone. Good afternoon. Yeah, good afternoon. Okay, about prayer and thought of the day. Start ചെയ്തോളൂ. ആരാ prayer ആരാ ചൊല്ലാം? Start ചെയ്യൂ. Okay. Lord, you are more precious than silver. Lord, you are more costly than gold. Lord, you are more beautiful than diamond, and nothing I desire compares with you. Thank you. Okay. Word of the day. Ma'am, no pain, no gain. If you do not work hard, you will never reach your goal. Signed by Sabina Freddy. Yeah. Okay. Okay, നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? രണ്ടെണ്ണം തെറ്റിപ്പോയി. നല്ലായിരുന്നു. ഒരെണ്ണം തെറ്റി മിസ്സേ. ഒരെണ്ണം തെറ്റി. ക്ലിയർ ആണല്ലോ? അപ്പൊ വെർബ് ക്ലിയർ ആണല്ലോ? പോർഷൻ. Yes, ma'am. Yes. Okay. Yeah. Then നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് അഡ്ജക്റ്റീവ് ആണ് പറഞ്ഞത് അല്ലെ? അഡ്ജക്റ്റീവ് എന്താണ്? അഡ്ജക്റ്റീവ് എന്താണ് പറയൂ. നൗണിനെ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. Okay, an adjective is a word that modifies or describes a noun or pronoun. It can be used to describe the qualities of someone or something. അതായത് നൗണിനെയും പ്രോനൗണിനെയും മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ്. എക്സാമ്പിൾസ് എല്ലാം നമ്മൾ പറഞ്ഞു. മീര ഇസ് എ സ്മാർട്ട് ഗേൾ എന്ന് പറഞ്ഞു. സോ സ്മാർട്ട് ആണ് അവിടെ അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. കാരണം ആ മീരയെ എന്താണ് മോഡിഫൈ ചെയ്തു, ഡിസ്ക്രൈബ് ചെയ്തു, സ്മാർട്ട് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തിട്ട് അല്ലെ? So smart is an adjective. He married an American woman. American woman is an adjective. Okay, അപ്പൊ adjective എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഇനി ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ? No. Yeah. ഇല്ല മിസ്. Okay. Then അടുത്തത് adjective phrase ആണ് അല്ലെ? Adjective phrase. So first phrase എന്താണെന്ന് അറിയണം അല്ലെ? What is phrase? A phrase is a group of words that works together in a sentence but does not contain a subject or verb. അതായത് ഒരു phrase എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് phrase എന്ന് പറയുന്നത്. അതായത് കുറച്ച്
ഗ്രൂപ്പ് കുറച്ച് വേർഡ്സ് ഉണ്ടാവും. ഇപ്പൊ അഡ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞു മീര ഈസ് എ സ്മാർട്ട് ഗേൾ. സോ സ്മാർട്ട് എന്ന് പറയുന്ന ഒരു വേർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫ്രേസിൽ അങ്ങനെയല്ല, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ടാവും, ഒന്നോ അതിൽ കൂടുതലോ വേർഡ്സ് ഉണ്ടാകാം. അതാണ് എന്ത് ഫ്രേസ് എന്ന് പറയുന്നത്. പക്ഷേ ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻസ് in the subject or verb. അവിടെ സബ്ജക്റ്റോ വെർബോ ഒന്നും ഉണ്ടാവില്ല. ഫ്രേസില് സബ്ജക്റ്റും വെർബും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഫ്രേസ് എന്താണ്? ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. There is no subject or verb. That does not contain subject or verb. Okay, so what is phrase? Group of words. Group of words does not contain subject or verb. Subject or verb. Yeah, group of words and doesn't contain subject or verb. Okay, അപ്പൊ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്താണ്? ഇപ്പൊ ഫ്രേസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതേപോലെ തന്നെ നമ്മൾ അഡ്ജക്റ്റീവിൽ പഠിക്കുന്നുണ്ട്, അഡ്വേർബ് പഠിക്കുന്നുണ്ട്, നൗൺ പഠിക്കുന്നുണ്ട്. സോ ഫ്രേസ് എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കുക. ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. ഒരു വേർഡ് കണ്ടായിരിക്കില്ല മോഡിഫൈ ചെയ്യുക, ഒന്നോ അതിൽ കൂടുതലോ വേർഡ്സ് യൂസ് ചെയ്തായിരിക്കും മോഡിഫൈ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇനി അഡ്ജക്റ്റീവ് ഫ്രേസ് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. അപ്പൊ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്താണെന്ന് അറിയണം. ഈ ഫ്രേസ് അഡ്വേർബിലും വരും, നൗണിലും വരും, അഡ്ജക്റ്റീവിലും വരും. സോ ദ നെക്സ്റ്റ് ഏതാണ്? അഡ്ജക്റ്റീവ് ഫ്രേസ്. Adjective phrases are groups of words that modifies noun or pronouns in a sentence. ഒരു സെന്റൻസിൽ നൗണിനെയും പ്രോനൗണിനെയും മോഡിഫൈ ചെയ്യുന്നതാണ് എന്ത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അത് നമുക്കറിയാം അല്ലെ? അഡ്ജക്റ്റീവ് ഫ്രേസ് എന്താണ്? അപ്പോ നൗണിനെയും പ്രോനൗണിനെയും മോഡിഫൈ ചെയ്യുന്നത് ഒന്നോ അതിൽ കൂടുതലോ വേർഡ്സ് യൂസ് ചെയ്ത് ആണെങ്കിൽ അതെന്താണ്? അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. ഓക്കെ, Yes, ma'am. clear. Example നോക്കിയേ. Alex is a well behaved man. അവിടെ well behaved man എന്നാ പറഞ്ഞേ. So that is adjective phrase. അല്ലെങ്കിൽ Alex is a smart Alex is a intelligent person എന്നാണ് പറയുന്നെങ്കിൽ ഇന്റലിജന്റ് മാത്രമാണെങ്കിൽ അതെന്താണ്? അഡ്ജക്റ്റീവ് ആണ്. Adjective മാത്രം. അത് അഡ്ജക്റ്റീവ് ആണ്. അപ്പോ ഇവിടെ Alex is a സ്മാർട്ട് ആൻഡ് ഗുഡ് ലുക്കിംഗ് പേഴ്സൺ എന്നാണ് പറയുന്നെങ്കിൽ സ്മാർട്ടും ഗുഡ് ലുക്കിംഗ് എന്നും കൂടെ പറഞ്ഞു. സോ ദാറ്റ് ഈസ് Adjective phrase. that is adjective phrase. He is a man of friendly nature. അതും എന്താണ്? ഇവിടെ ഫ്രണ്ട്ലി നേച്ചർ എന്ന് പറയുന്നതാണ് adjective phrase. Okay, she lives a very interesting life. A very interesting life. That is adjective phrase. Okay, the movie was really excellent. Really excellent. So really excellent is an adjective phrase. He's a highly skilled musician. So highly skilled musician is an adjective phrase. Okay, it is understood? Is it clear? Yes, ma'am. Ma'am. Yes. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്? സോ ഒന്ന് എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പറഞ്ഞേ. അഡ്ജക്റ്റീവ് ഫ്രേസിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് മേക്ക് ചെയ്യാൻ പറ്റും നോക്കി എല്ലാവരും. പറയൂ, ഒന്നിനെ ടെക്സ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പറയാം. എക്സാമ്പിൾസ് എന്തായാലും മേക്ക് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ആണ് മേക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ. ക്ലാസ് കേട്ടതുകൊണ്ട് മാത്രമല്ല, നിങ്ങൾ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ മീൻസ് നിങ്ങൾ തന്നെ സ്വയം പറയണം എന്താണ് അതിന്റെ സെന്റൻസ് നിങ്ങൾ പറയണം. അപ്പോഴേ നിങ്ങൾക്ക് അതിനെ കുറിച്ചൊരു വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ എല്ലാവരും മേക്ക് ചെയ്യൂ. She is a very beautiful girl. She is a very beautiful girl. Okay, very and beautiful. Yeah. Then She is well dressed. no.
She is well dressed. She's well. Dressed. She's well dressed. She's well dressed. ബാക്കിയും കൂടെ വരണം. She's well dressed. ബാക്കി എന്താണ്? ബാക്കി എന്തെന്ന്? He is a well-known singer. Yeah, he's a well-known singer. Yeah. Oh, well-known means Allah. Well-known is an adjective phrase. Okay. She is very intelligent girl. She's very intelligent girl. Yeah. My sister Sandra is very smart. My sister Sandra is very smart. Yeah. എല്ലാവരും very വെച്ചിട്ടാണ് ചെയ്യുന്നത്. Okay. The blue sky was beautiful. The blue sky was Beautiful. beautiful. മാത്രമാണെങ്കിൽ അത് an adjective. No, the group of words വരുമ്പോഴാണ് adjective phrase വരാം. My dog was extremely tired. Was extremely tired means extremely എന്ന് മാത്രമേ വരുന്നുള്ളൂ. So it's an adjective. The red dress was Gregorius. എന്തോ? The red dress was Gregorius. Clear ആയിട്ടുണ്ടോ? Rose is a colorful and beautiful flower. Yeah. Yeah. Participation പോരാ, എല്ലാവരും participate ചെയ്യാ. Means എല്ലാവരും try ചെയ്യാ, sentence make ചെയ്യാ. Okay. The movie was really excellent. The movie was really excellent. ഇത് എന്റെ എക്സാമ്പിൾ ആണ്, സോറി. Then The cat is very cute. the cat is very beautiful. Yeah, very beautiful. Okay. അവിടെ so beautiful അങ്ങനെ so cute അങ്ങനെയൊക്കെ പറ്റും മിസ്സേ? എന്തോ? So beautiful അല്ലെ so cute അങ്ങനെയൊക്കെ പറ്റുമോ? So പറ്റുമോ? So beautiful, so cute. Yeah, so പറ്റും, കുഴപ്പമൊന്നുമില്ല. എന്നാലും കുറച്ചുകൂടെ അവിടെ വേർഡ്സ് ഇൻക്ലൂഡ് ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്താണ് അത് ഫ്രേസ് ആണോ എന്ന്. Okay. You are the most caring person. Yeah. Okay. You are the most caring person. Okay. Then 70 above students ഉണ്ട്. So എല്ലാവരും എക്സാമ്പിൾസ് പറയാം. കഴിഞ്ഞോ? ഇത്രയേ ഉള്ളൂ എക്സാമ്പിള്. ആ ഇത് പറ്റി. And add ചെയ്യാവോ മാം? എന്തോ? And ചേർത്ത് പറയാവോ? ആൻഡ് ചേർത്ത് പറയാം. യാ. That is a lovely cake. That is a lovely cake. No, that is a lovely cake. Lovely, okay. അപ്പോൾ അത് adjective മാത്രമാവും. The bright yellow sun shone in the sky. No, the baby is very cute. The baby is very cute. Yeah, chubby and cute എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ ഇതാവും. മനസ്സിലായോ? അങ്ങനെ. The classroom was neat and organized. Yeah, he's a highly talented dancer. Yeah, so good. Correct. The people in Kerala are well educated. Yeah, Asha is a brilliant dancer. Brilliant or no? My sister is a beautiful. Brilliant dancer എന്നൊക്കെ പറയുമ്പോൾ അത് adjective മാത്രമായിട്ട് ഒതുങ്ങും. Okay. My sister is beautiful and funny. Yeah, correct. She is beautiful and well mannered. Yeah. Mary is slow and steady. Yeah, okay. Correct. This story is very nice. Very nice. Okay.
അപ്പോ ക്ലിയർ ആണ്, എല്ലാവർക്കും മനസ്സിലായി എന്താണ് ഫ്രേസ് എന്നുള്ളത് ക്ലിയർ ആണ് അല്ലേ? ഓക്കെ. മിസ് ഒരു വട്ടം കൂടി പറയാമോ? പറയാലോ, വൈകിട്ട് വരാം. പറയാട്ടോ. Neha is very good person. Yeah, she looks very pretty. Yeah, he is a very good student. Mira is a tall and beautiful girl. Yeah, അങ്ങനെ പറയണം. Mira is a tall and beautiful girl. So അവിടെ വേർഡ്സ് ഒരുപാട് വേർഡ്സ് ഒരു വേർഡിൽ ഒതുക്കരുത്. അപ്പൊ നിങ്ങൾ എല്ലാവരും വെരി വെച്ച് പറഞ്ഞു, വെരി ബ്യൂട്ടിഫുൾ, വെരി ഇന്റലിജന്റ്, കറക്റ്റ് ആണ്. പക്ഷെ കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ വരുമ്പോഴാണ് അത് ഫ്രേസ് ആവുന്നത്. നിങ്ങൾക്ക് എന്താണ് ഫ്രേസ് എന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം, കണ്ടാല് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോ എന്താണ് ഫ്രേസ് എന്ന് ഒന്നുകൂടെ പറയാം. ഫ്രേസ് എന്താണ്? ഫ്രേസ് മീൻസ് ഫ്രേസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് ഫ്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, he's a highly skilled musician. Yeah, he's a very good intelligent person. Yeah, correct. അപ്പോ ഫ്രേസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് ഫ്രേസ് എന്ന് പറയുന്നത്. ഫ്രേസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് വർക്ക്സ് ടുഗദർ. അത് ഒരുമിച്ച് വർക്ക് ചെയ്യും. സെന്റൻസിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒന്നോ അതിൽ കൂടുതലോ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ ആണ് എന്ത് ഫ്രേസ് എന്ന് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എ സബ്ജക്ട് ഓർ വെർബ്. ഒരു സബ്ജക്റ്റോ വെർബോ അതിന്റെ കൂടെ ഉണ്ടാവില്ല. only a words. ഓക്കെ, മോഡിഫൈ ചെയ്യാൻ നൗണിനെ അല്ലെങ്കിൽ പ്രോനൗണിനെ മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ അത് അഡ്ജക്റ്റീവ് ഫ്രേസ് ആകും. ഓക്കെ, ഇനിയിപ്പോ അഡ്വേർബിന്റെ കാര്യത്തിലാണെങ്കിലോ അഡ്വേർബ് എന്താണ്? വേർബിനെ മോഡിഫൈ ചെയ്യാനാണ്. അപ്പൊ വേർബിനെ ഒന്നോ അതിൽ കൂടുതലോ വേർഡ്സ് വെച്ചിട്ട് മോഡിഫൈ ചെയ്യുമ്പോൾ അതെന്താണ്? ആഡ്വേർബ് ഫ്രേസ് ആകും. അപ്പൊ ഫ്രേസ് എന്താണെന്ന് മനസ്സിലാക്കാം. ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് വർക്ക്സ് ടുഗദർ ഇൻ എ സെന്റൻസ് does not contain a subject or a verb. Okay, അതിപ്പോ ഏതിന്റെ കൂടെയും വരുമ്പോ മാറിക്കൊണ്ടിരിക്കും. എങ്ങനെയാണോ മോഡിഫൈ ചെയ്യുന്നത്? അത് അഡ്ജക്റ്റീവ് ആണെങ്കിൽ നൗൺ അല്ലെങ്കിൽ പ്രോനൗണിനെ മോഡിഫൈ ചെയ്യുന്ന അഡ്ജക്റ്റീവ്. ഓക്കെ, അത് ഒന്നോ അതിൽ കൂടുതൽ വേർഡ്സ് വെച്ചിട്ടാണ് മോഡിഫൈ ചെയ്യുന്നതെങ്കിൽ അത് അഡ്ജക്റ്റീവ് ഫ്രേസ് ആയി. The dark stormy night made me feel happy. Yeah, correct. അപ്പോ ക്ലിയർ ആയോ? എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതേപോലെ ചോദിക്കും, ഞാൻ ഇവിടെ പറഞ്ഞ് ക്ലിയർ ചെയ്ത് തരാം. മിസ് ഇപ്പൊ എടുക്കുന്നത് മിസ്സിന്റെ നോട്ടാണോ? എന്റെ നോട്ടാണ്. ഇത് ടെക്സ്റ്റിൽ കാണണം. ഓക്കെ, ടെക്സ്റ്റ്. ഇതാണ് അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുന്നത്. ഇവിടെ ഇത്രയും കൊടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് ഇതിലൊന്നും മനസ്സിലാവില്ല. വായിച്ചു തരാം. Adjective phrase, two verbs belonging to person be placed in different positions, one on the table and the other other in a bag. എങ്ങനെയാണ് ഒരു അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്? ഇതിൽ which pen is yours? The pen on the table is mine. Which pen is Rita's? The pen is the book is Rita. Okay, കുറച്ചുകൂടെ നോക്കുമ്പോൾ the boy near the shop is Krishna. The man in the corner is Raju. The woman in front of the garden is Veena. In each of the above sentences, the words underlined help is to amplify the noun preceding them and hence they are called adjective phrases. ഈ ടെക്സ്റ്റിലെ ഞാനത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല മാം. മനസ്സിലായോ? ഇല്ല ഒന്നും മനസ്സിലായില്ല. അപ്പൊ മിസ് ഈ മനസ്സിലാവാത്ത ടെസ്റ്റ് എന്തിനാ എങ്ങനെ ഇട്ടായിരുന്നു? മിസ് എടുക്കുന്നത് തന്നാ പോരായിരുന്നു നമുക്ക്. അയ്യോ, ടെക്സ്റ്റിനല്ലേ, ഞാനെന്ത് പറയാനാ? മനസ്സിലാക്കുന്ന പറയുമ്പോ ചിലപ്പോ ഇംഗ്ലീഷിന്റെ പ്രോബ്ലം ആയിരിക്കും, ബാക്കി സബ്ജക്റ്റുകളൊക്കെ ഇങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇംഗ്ലീഷ് വളഞ്ഞു മൂക്ക് പിടിച്ചു എന്നേ ഉള്ളൂ, നമ്മൾ നേരായ വഴിക്ക് പോകുന്നു. എന്തെങ്കിലും ഡിഫറൻസ്. നമുക്ക് അത് ഇതും ആയപ്പോ ഒത്തിരി ക്യാഷ് ആവുന്നുണ്ട്. പക്ഷെ ഇംഗ്ലീഷ് മാത്രമല്ലല്ലോ ടെക്സ്റ്റ് ഉള്ളത് അല്ലെ? വേറെ സബ്ജക്റ്റ് ഒക്കെ ഇല്ലേ? അപ്പൊ എന്തായാലും നിങ്ങൾ ടെക്സ്റ്റ് വാങ്ങേണ്ടി വരും.
അല്ല മിസ്, ഞങ്ങൾ എന്തായാലും ഇംഗ്ലീഷ് ടെക്സ്റ്റും എമൗണ്ട് പേ ചെയ്തിട്ടാണല്ലോ. അപ്പൊ ഈ ടെക്സ്റ്റ് കൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടണില്ലേ മിസ്? തരുന്ന ഇതുകൊണ്ടാണ് ഗുണം കിട്ടണുള്ളൂ. അപ്പൊ അത് തന്നാ മതിയായിരുന്നില്ലേ എന്ന് ചോദിച്ചത്. വേറെ ഉപയോഗമൊന്നും വരുന്നില്ലല്ലോ അതിന്റെ അകത്തുനിന്ന്. മിസ് എടുക്കുന്ന നോട്ടല്ലേ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്നത്. അതുകൊണ്ടാ പറഞ്ഞത്. വെറുതെ ഒരു ടെക്സ്റ്റ് തരുന്നു എന്നുള്ള പേരിന് തന്നിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾക്ക് അതുകൊണ്ട് വായിച്ചിട്ട് ഒന്നും മനസ്സിലാവണില്ല. ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ നോക്കുമ്പോഴാണ് എനിക്കും ഇതൊക്കെ തോന്നുന്നത്. അല്ലാതെ എനിക്ക് ഓൾറെഡി ഇത് അറിയാവുന്ന കാര്യമല്ലായിരുന്നു. ആക്ച്വലി അത് ഓർഡറിലും കൂടിയല്ല പ്രിന്റ് ചെയ്തേക്കണത്. ഇതെന്താന്ന് പറയാ മിസ്സേ, പല സ്ഥലത്തും ഭയങ്കര പൈസയാണ് പ്രിന്റ് എടുക്കുന്നതിന്. അപ്പൊ നമ്മൾ ഓൾറെഡി ഈ ടെക്സ്റ്റിന്റെ പ്രിന്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് മിസ് തരുന്ന ഓരോ നോട്ടും പ്രിന്റ് എടുക്കുക എന്ന് പറയുമ്പം എല്ലാവർക്കും അത് പോസിബിൾ ആയ ഒരു കാര്യമല്ല. ശരിയാട്ടോ, അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് ആണ്. ഇതിപ്പോ ടെക്സ്റ്റിന് പേയ്മെന്റ് നടത്തിയത് വെറുതെ ആയി. നിങ്ങൾ ഓൾറെഡി പ്രിന്റ് എടുത്ത് വെച്ചോ? പ്രിന്റ് എടുക്കാത്തവരുണ്ടോ? ഫുള്ള് പ്രിന്റ് എടുത്ത് വെച്ചവരുണ്ട്. അതാണ് പറഞ്ഞത്. പ്രിന്റ് എടുക്കണ്ട, പക്ഷെ പ്രിന്റ് എടുത്ത് വെച്ചവരുടെ കാര്യം ഞാൻ എന്ത് പറയാനാണ്. ഞാനും ഇതുപോലെ എന്തോ ഇംഗ്ലീഷിന് നമുക്ക് മിസ് എടുക്കുന്നതിന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ നമുക്ക്? ഉണ്ടോ? ടെക്സ്റ്റ് ബുക്ക് മോഡ്യൂൾ 2 ഇംഗ്ലീഷ് ആണ്. മോഡൽ 2 മൊത്തം ഇംഗ്ലീഷ് ആണ്. ഓക്കെ, വേറെ സബ്ജക്റ്റ് ഒന്നുമില്ല. അപ്പൊ ഈ മിസ് നമുക്ക് ക്ലാസ് എടുത്തിരുന്ന ഈ നോട്ട്സ് മിസ് ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ ഇവര് തരുന്നതോ എന്ന സംഭവം? ഇല്ല, അത് എന്റെ നോട്ടാണ്, ഞാൻ പ്രിപ്പയർ ചെയ്തതാണ്. മിസ് എടുക്കുന്നത് മുഴുവൻ നോട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടുവോ? ഞാൻ എടുക്കുന്നുണ്ട്. അപ്പൊ മൊഡ്യൂള് സെക്കൻഡ് ഞങ്ങള് പ്രിന്റ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ ടെക്സ്റ്റ് അവര് സെൻഡ് ചെയ്യുമ്പോ? അത് എടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇംഗ്ലീഷ് എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഇംഗ്ലീഷിന്റെ കാര്യമാണ് ചോദിച്ചത്. മറ്റുള്ള നോട്ട്സിനൊന്നും അല്ല, ടെക്സ്റ്റിനൊന്നും കുഴപ്പമില്ല. ഇംഗ്ലീഷാണ് കുറച്ച് ബുദ്ധിമുട്ട്. പിന്നെ സെക്കൻഡ് മൊഡ്യൂൾ ഫുള്ളായിട്ട് വിടാൻ പറ്റുമോ? കുറേശ്ശെ ആകുമ്പോ നമ്മൾ ഇങ്ങനെ പ്രിന്റ് എടുക്കാൻ പോകണ്ടേ? പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ അതിന് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് അതിന് മുൻപ് ഞാൻ ഓൾറെഡി അത് പ്രിപ്പയർ ചെയ്ത് ചിലപ്പോൾ എക്സ്ട്രാ നോട്ട്സ് ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ആഡിങ് വരാം. അപ്പൊ ഞാൻ ആഡ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് ഞാൻ ക്ലാസ് റൂമിൽ ഇടും. അങ്ങനെയാ ചെയ്യാറ്. ഓക്കെ, എല്ലാ മൊഡ്യൂളും ഇടോ? എല്ലാ മൊഡ്യൂളും ഞാൻ ഇടും. മിസ്സിന്റെ നോട്ട് പഠിപ്പിക്കുന്നതിനോടൊപ്പം നമുക്ക് ഈ ടെക്സ്റ്റും കൂടെ ഒന്ന് മിസ്സിന്റെ നോട്ട് കഴിഞ്ഞിട്ട് ഒന്ന് പറഞ്ഞു തന്നാ ഉപകാരമായിരിക്കും മിസ്. കാരണം അതിനകത്തേക്ക് ഞങ്ങൾക്ക് ഈ പ്രിന്റ് എടുക്കാണ്ട് അപ്പൊ പഠിപ്പിക്കുന്ന അനുസരിച്ച് അതിനകത്തേക്ക് ഒന്ന് എഴുതിയെങ്കിലും വെക്കാലോ. ആദ്യം ചെയ്യാം. പിന്നെ നിങ്ങൾ ടെക്സ്റ്റില് പ്രിന്റ് എടുക്കേണ്ട ഭാഗം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നൗൺ പഠിച്ചിരുന്നില്ലേ? നൗൺ പഠിച്ചപ്പോ അതില് കൗണ്ടബിൾ നൗൺ അൺകൗണ്ടബിൾ എന്നൊക്കെ പഠിച്ചു. അതൊന്നും ഞാൻ എന്റെ നോട്ടിൽ ആഡ് ചെയ്തിട്ടില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ടെക്സ്റ്റിൽ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ നോട്ടിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രിന്റ് എടുത്ത് വെക്കണം. മനസ്സിലായോ? 2 യൂണിറ്റ് അല്ലേ? എന്തോ 1ഉം 2ഉം യൂണിറ്റ് അല്ലേ? യൂണിറ്റ് ഫസ്റ്റിലാണ്. യൂണിറ്റ് 2, 1 അല്ല 2. അതില് നൗൺ പ്രോണൗൺ നമ്മൾ പഠിച്ചു. അപ്പൊ നൗണിൽ നമ്മള് കൗണ്ടബിൾ അൺകൗണ്ടബിൾ അതൊക്കെ കുറച്ച് ടേബിൾ ഒക്കെ ഉണ്ട്. ആ ടേബിൾ ഒന്നും ഞാൻ എന്റെ നോട്ടിൽ ആഡ് ചെയ്തിട്ടില്ല. കാരണം ഓൾറെഡി ടെക്സ്റ്റിൽ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോ ഞാനത് ചെയ്തില്ല. കാരണം എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോ ഈ പോർഷൻ ഞങ്ങൾ പ്രിന്റ് എടുത്ത് വെക്കണം എന്തായാലും. യൂണിറ്റ് 2ല് നൗൺ മാത്രം എടുത്താലും മതി. പ്രോണൗൺ എടുക്കണമെന്നില്ല. നൗൺ മാത്രം പ്രിന്റ് എടുത്ത് വെക്കാം. ഓക്കെ, ക്ലിയർ ആയോ? നമ്മളപ്പോ ബുക്ക് ഓർഡർ ചെയ്യുമ്പോ എന്താണ് മൊഡ്യൂൾ 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ? അയ്യോ, അങ്ങനെയൊന്നും എന്നോട് ചോദിക്കില്ലേ? എനിക്കറിയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് എന്ത് പറയാനാണ്? അല്ല, അങ്ങനെ തരാന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. ആണോ? പ്രിന്റ് കാരണം ഞാൻ ഇപ്പോ നിങ്ങളുടെ ടെക്സ്റ്റ് എല്ലാം കവർ ചെയ്ത് റീഡ് ചെയ്തിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് എടുക്കുന്ന പോർഷൻ വെച്ചിട്ടാണ് ഞാനും ആ ടൈമിലാണ് വായിക്കുന്നത്. കാരണം നമുക്ക് അറിയാമോ ഇത് ഗ്രാമേഴ്സ് ആണ്. നമുക്ക് അതിന്റെ ഫസ്റ്റ് പേജ് നോക്കുമ്പോൾ ഇത്രയും കണ്ടന്റ് ഉണ്ട്. ഇൻഡെക്സ് എങ്ങനെയാണ്? ഏത് പോർഷനാണ് എടുക്കുന്നത്? ഞാനിപ്പോ അഡ്ജക്റ്റീവ് ആണ് എടുക്കുന്നത്.
അപ്പൊ ഞാനും ആ ഒരു ഓർഡറിലാണ് പോകുന്നത്. കാരണം ടെക്സ്റ്റ് വൈസ് അല്ല പോകുന്നത്, ഓർഡറിലാണ്. നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ഗ്രാമർ ആണ് നമ്മുടെ ഇംഗ്ലീഷിലുള്ളത്. പാർട്സ് ഓഫ് സ്പീച്ചിൽ വരുന്നതാണ് ഈ നൗൺ, പ്രോനൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, ആഡ്വേർബ്, കൺജക്ഷൻ, പ്രൊപോസിഷൻ. ഇതൊക്കെ പാർട്സ് ഓഫ് സ്പീച്ചിൽ വരുന്നതാണ്. അത് തന്നെയാണ് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഞാൻ ഇൻഡെക്സ് നോക്കിയിട്ടാണ് മെയിൻലി ഞാൻ നോട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് ഞാൻ നോക്കുന്നത്, ഈ ചാപ്റ്റർ വൈസ് നോക്കുമ്പോൾ അഡ്ജക്റ്റീവ്, അപ്പോഴാണ് ടെക്സ്റ്റിലെ ചാപ്റ്റർ എടുത്ത് നോക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ കണ്ടത്. അപ്പൊ എനിക്ക് തോന്നി ഇത്രയും അത് മാത്രം പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ എന്റെ എക്സ്ട്രാ നോട്ട് തരുന്നത്. മനസ്സിലായോ? ഓക്കെ. എല്ലാ മിക്ക ചാപ്റ്റേഴ്സും ഇപ്പൊ ഫുള്ളും ഞാൻ കവർ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം, എന്നാലും എക്സ്ട്രാ നോട്ട് ഞാൻ എന്തായാലും തരും. ഇത് ഉറപ്പാണ്. കുറച്ചുകൂടെ നിങ്ങൾക്ക് അറിയണ്ടേത്. കാരണം നിങ്ങൾ മോണ്ടിസോറി ടീച്ചേഴ്സ് ആണ്. അപ്പൊ ഈ ടെക്സ്റ്റ് മാത്രം പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ആ ടീച്ചേഴ്സ് അവർക്ക് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ എന്താണ് അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുമ്പോൾ, ഇപ്പൊ അഡ്ജക്റ്റീവ് ആയാലും ഇതില് ഇപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് വായിക്കാൻ പറയാം, അഡ്ജക്റ്റീവ് എന്താണ് ഇതിൽ കറക്റ്റ് ആയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. ശരിയല്ലേ? വായിക്കുമ്പോൾ അറിയാം എന്താണ് അഡ്ജക്റ്റീവ് എന്നുള്ളത് നിങ്ങൾ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെയാണ് എന്താണ് അഡ്ജക്റ്റീവ് ഫ്രേസ് എന്നതും ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ക്ലിയർ അല്ലേ? ടെക്സ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവണ്ടേ. എങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് മനസ്സിലാക്കി പഠിക്കേണ്ട ഒന്നാണ്. അല്ലാതെ വെറുതെ വലിച്ചു വാരി പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവുകയും ആർക്കും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റില്ല. അതിനു വേണ്ടിയാണ് ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, എന്റേതായ ഒരു രീതിയിൽ ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്തത്. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മിസ്സാണ് ഞങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യണത്. ഞാൻ മാത്രമല്ല, വേറെ ടീച്ചേഴ്സ് ഉണ്ട്, എല്ലാരും കൂടിയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ടെക്സ്റ്റ് ഒന്ന് ഇടയ്ക്ക് ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കൂ. അത് ഞാൻ പറഞ്ഞില്ല, ഒന്ന് കമ്പയർ ചെയ്യൂ. കമ്പയർ ചെയ്യും തോറും നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്ട്രാ നോളജും കൂടെ കിട്ടും. ഓക്കെ. അപ്പൊ ടെക്സ്റ്റ് മൊത്തത്തില് ഒട്ടും ഉപകാരമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ നോളജ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ. എന്താണ്? ഓക്കെ ആണോ? അപ്പൊ ഇതാണ് അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് അഡ്ജക്റ്റീവ് ക്ലോസ്. ഞാൻ ഇതിൽ ആദ്യം ക്ലോസ് വായിക്കാം, എന്നിട്ട് ഞാൻ ഇതിനോട്ട് പറയാം. Hello children, look at this picture. This is a new picture. I sent this picture yesterday. This is the picture that I sent yesterday. This is the boy who played a ball. This is the pen who won the award in the music concert. The words underlined qualify the noun preceding them, but these are non-phrases because they have a finite verb in them. Okay. This is the home where I live. Tata helps those who help themselves. In each of the above sentences, there are two verbs. They are finite verb. Therefore, in each sentence, there are two clauses. A part of sentence with a finite verb is a clause. In the first sentence, the two clauses are "This is the home" and "Where I live." The first clause completes an idea and hence it is called the principal clause. The second clause does not have a complete idea and hence it is called as a subordinating clause. Since the subordinating clause is the two sentences above add to the meaning of the nouns, they are called the adjective clause. Moreover, they are joined with relative pronouns and hence relative clause. The two relative clauses here are where I study and who help themselves. Confusing? Theory. Apo, what is clause? എന്താണ് clause എന്നറിയുന്നത്? Phrase നമ്മൾ പറഞ്ഞു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. അതുപോലെ തന്നെയാണ് clause ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. ഓക്കെ.
A group of words that contains a subject and a verb. There is a subject or verb combination. Phrase il paranju subject illa verb illa. പക്ഷേ ക്ലോസിൽ എന്താണ് അവിടെ സബ്ജക്റ്റും ഒരു വെർബും കാണും. അത് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിരിക്കും. അതാണ് ക്ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയാം. Check if the class begins with a relative pronoun. നമുക്ക് റിലേറ്റീവ് പ്രോണൗൺ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? പ്രോണൗൺ പഠിച്ചപ്പോൾ റിലേറ്റീവ് പ്രോണൗൺ പഠിച്ചിരുന്നു. ഏതൊക്കെയാണ്? ദാറ്റ്, വിച്ച്, ഹൂ, വെയർ എന്നൊക്കെ വെച്ചിട്ട് റിലേറ്റ് ചെയ്തിട്ട് അടുത്തൊരു സെന്റൻസിലേക്ക് പോകില്ലേ? അതാണ് റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? റിലേറ്റീവ് പ്രോണൗൺ ഒരു സെന്റൻസിൽ നിന്ന് അടുത്ത സെന്റൻസിലേക്ക് പോകുന്നതിന് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് പ്രോണൗൺ ഉണ്ട്. അതാണ് എന്ത്? റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ നോക്കി. ഐ ഹാവ് എ ഫ്രണ്ട് ഹൂസ് ബ്രദർ ലിവ്സ് അബ്രോഡ്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവന്റെ ബ്രദർ എന്താണ്? അബ്രോഡ് ആണ് താമസിക്കുന്നത് അല്ലെ? ഐ ഹാവ് എ ഫ്രണ്ട് ഹൂസ് ബ്രദർ ലിവ്സ് അബ്രോഡ്. സോ അവിടെ ഹൂസ് എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റീവ് പ്രോണൗൺ ആണ് അല്ലെ? റിലേറ്റീവ് പ്രോണൗൺ ആണ്. So, okay, clause begins with the relative pronoun whose and comes after the noun friend. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നാല് ഒരു സെന്റൻസ് തന്നാല് ഒരു സെന്റൻസ് തരികയാണെങ്കിൽ ഇപ്പൊ ഇവിടെ I visited the town where they met എന്ന് പറയുന്ന ഒരു സെന്റൻസ് ഞാൻ തന്നു. അപ്പോ ചോദിക്കാണ് ഇത് adjective phrase ആണോ adjective clause ആണോ? അണ്ടർലൈൻ ചെയ്യും. ക്വസ്റ്റ്യൻ വരുമ്പോൾ അണ്ടർലൈൻ ചെയ്യും. Identify which is the phrase or clause. The phrase ആണോ adjective ആണോ adverb ആണോ ക്വസ്റ്റ്യൻ ഉണ്ടാവേ. അപ്പൊ adjective phrase ആണോ adjective clause ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞ് ക്വസ്റ്റ്യൻ വരും. അപ്പൊ നിങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ക്ലോസ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്ന് അറിയാവോ? ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് എപ്പോഴും ഒരു ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ടായിരിക്കും. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ടാണ് എന്ത് ഒരു ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നോക്കി. ഐ വിസിറ്റഡ് ദ ടൗൺ. ഐ വിസിറ്റഡ് ദ ടൗൺ എന്ന് പറയുന്നത് അവിടെ എന്താണ്? അവിടെ ഒരു റിലേറ്റീവ് പ്രോണൗൺ ഇല്ല. പിന്നെ വേറെ ആണ് വന്നേ, വേർ ദേ മെറ്റ്. അപ്പൊ വേർ ദേ മെറ്റ് എന്ന് പറയുന്നതാണ് എന്ത്? adjective clause. adjective ആണോ അത് ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. I visited the town where they met. adjective ആണേ. adjective എന്താണ്? നൗണിനെയോ പ്രോണൗണിനെയോ മോഡിഫൈ ചെയ്യുന്നതാണ് adjective. അപ്പോ സെന്റൻസ് അത് നൗണിനെയോ പ്രോണൗണിനെയോ ആണ് പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, സെന്റൻസിൽ അതിൽ തന്നെ പ്രോണൗൺ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പോർഷൻ എന്താണ്? adjective clause ആണ്. ക്ലിയർ ആണോ? അടുത്തത് the orange that he bought was delicious. അവിടെ ഏതാണ്? that he bought എന്ന് പറയുന്ന പോർഷൻ ആണ് എന്ത്? റിലേറ്റീവ് പ്രോണൗൺ വെച്ച് സ്റ്റാർട്ട് ചെയ്ത പോർഷൻ ആണ് adjective clause എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? adjective ക്ലോസിൽ എപ്പോഴും അവിടെ ചിലപ്പോൾ ഒരു സബ്ജക്റ്റും ഒരു വെർബും ഉണ്ടാകും. അതിന് എക്സാമ്പിൾ ആണ് കണ്ടോ, വേർ ദേ മെറ്റ്. അവിടെ ദേ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് ആണ്, മെറ്റ് എന്ന് പറയുന്നത് ഒരു വെർബ് ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് വെർബ് ആൻഡ് സബ്ജക്ട് എന്ന് പറഞ്ഞു. ക്ലോസിൽ എപ്പോഴും വെർബും സബ്ജക്റ്റ് ഉണ്ടാവും. ആ സമയം ഫ്രേസിലോ ഒരിക്കലും വെർബും സബ്ജക്റ്റ് ഉണ്ടാവില്ല. മനസ്സിലായോ? കൺഫ്യൂസിംഗ് ആയോ? പറഞ്ഞിരുന്നു മാം? ക്ലിയർ ആയിട്ടില്ല. ക്ലിയർ ആയില്ല. ഓക്കെ, അതായത് ഇപ്പോ ഒരു സെന്റൻസ് തന്നിരിക്കുന്നു. ഞാനത് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആയിട്ട് കൊണ്ടുവരും, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ക്ലിയർ ആവും, കുറച്ചുകൂടെ വ്യക്തമാവും. അതായത് നിങ്ങൾക്ക് ഒരു സെന്റൻസ് തന്നിരിക്കുന്നു. ആ സെന്റൻസിൽ adjective clause ഐഡന്റിഫൈ ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ പറയാം.
അപ്പോ ആ സെന്റൻസ് തരുമ്പോൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. അണ്ടർലൈൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പോർഷൻ ആയിരിക്കും ആൻസർ ഓപ്ഷൻ ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് കോൺടെസ്റ്റ് ചെയ്ത് മനസ്സിലായല്ലോ. അപ്പോ ഫസ്റ്റ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോ ഈ ഒരു ഇതെല്ലാം ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുക, അതാണ് കുഴപ്പം. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കും, കുറച്ച് എഴുതാം. അപ്പൊ ക്ലിയറോ? ഓക്കെ, എഴുതിക്കോളൂ. I'm glad that you like it. I am glad that you like it. I am glad that you like it. I am glad that you like it. Type ചെയ്യണോ? വേണ്ട മാം. ഉണ്ടല്ലോ. ടെക്സ്റ്റ് ചെയ്യണമെങ്കിൽ പറയണേ, ഞാൻ ടെക്സ്റ്റ് ചെയ്യാം. I am glad that you like it. എന്താണ്? നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടത് എനിക്ക് സന്തോഷമുണ്ട് എന്നാണ് ആ സെന്റൻസിന്റെ മീനിങ് വരാം. I am glad that you like it. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടതില് എനിക്ക് സന്തോഷമുണ്ട്. ഇതൊരു സെന്റൻസ് ആണ്. ഓക്കെ, ഇത് ഒരു അഡ്ജക്റ്റീവ് ആണ്. സോ ഐഡന്റിഫൈ ചെയ്തേ. ഇതില് അഡ്ജക്റ്റീവ് ക്ലോസ് ഏതാണ്? that you like it ആണ് എന്ത് അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ റിലേറ്റീവ് പ്രോണൗൺ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ദാറ്റ്. അതിന്റെ കൂടെ യു ലൈക്ക് ഇറ്റ് എന്ന് പറയുമ്പോൾ യു എന്ന് പറയുന്ന സബ്ജക്റ്റും ആണ്, ലൈക്ക് എന്ന് പറയുന്നത് വെർബാണ്. മനസ്സിലായോ? അപ്പൊ ദാറ്റ് യു ലൈക്ക് എന്ന് പറയുന്ന സെന്റൻസ് അവിടെ അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതുക. ദാറ്റ് ഈസ് അഡ്ജക്റ്റീവ് ക്ലോസ്. അടുത്ത ഏതാ? His father died when he was a child. His father died when he was a child. His father died when he was a child. ഇവിടെ ഏതാണ് ക്ലോസ്? ഏതാണ്? when he was a Yeah, correct. Okay, അപ്പോ ഇതാണ്. നെക്സ്റ്റ് the small dog barks loudly. The small dog barks loudly. The small dog bark കുരുക്കിയാണ്. The small dog barks loudly. The small dog barks loudly. Which is adjective phrase? ഇതിലില്ലല്ലോ, അതുണ്ടോ? The ഇതിൽ adjective was relative pronoun. adjective phrase. ബാർക്സ് ലൗഡ്ലി ആണോ മാം? Lovely. Small adjective. loudly. Lovely. Adjective phrase ആണ്. അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ adjective phrase എന്ന് പറയും. this Bark loudly. Adjective എന്താണ്? Adjective എന്താണ്? അത് പറയും. Small adjective. nounineയോ pronounineയോ ഡിസ്ക്രൈബ് മോഡിഫൈ ചെയ്യുന്നത്. Modify ചെയ്തേ. അപ്പൊ ഇവിടെ ആ സെന്റൻസിൽ എന്തിനാണ് മോഡിഫൈ ചെയ്തേ? This small dog. Dog. Small dog. Small dog. അപ്പൊ small dog അല്ലേ phrase? Yes.
Yes. Next. മിസ് The book. സ്മോൾ ഡോഗില് ഒരു സംശയം, സ്മോൾ ഡോഗിൽ സ്മോൾ അഡ്ജക്റ്റീവ് അല്ലേ വരിക ഡോഗിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ? അപ്പൊ അഡ്ജക്റ്റീവ് ഫ്രേസ് വരുന്നത് ഏതാ? Small dog barks loudly എന്നാണ്. നമ്മള് അത് അവിടെ ഒരു വെർബ് കൂടി ഉണ്ട്. ലൗഡ്. ബാർക്ക് വെർബ് അല്ലേ വരുന്നത്? ബാർക്ക്. ബാർക്ക് വെർബാണ്. ഡോഗിനെ സ്മോൾ ഡോഗ് എന്ന് ഒരുമിച്ചാണ് പറയുന്നത്. സ്മോൾ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ്. അങ്ങനെ വരാം സ്മോൾ ഡോഗ്. ഓക്കെ. ഓക്കെ. അടുത്ത എഴുതാ. The book with the red cover is mine. 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 ഇതില് adjective phrase ഏതാണ്? With red cover. ടൈപ്പ് ചെയ്യണം. The book with the red cover is mine എന്ന് പറയുമ്പോൾ ഇതില് adjective phrase ഏതാണ്? Red cover. With red cover. With the red cover ആണ് adjective phrase. ഇതിനെയാണ് കുറച്ചുകൂടെ നന്നായിട്ട് കുറച്ച് വേർഡ്സ് യൂസ് ചെയ്ത് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതാണ് ഇത് adjective phrase. ഓക്കെ. നെക്സ്റ്റ് ഏതാ? The scientist എൻ്റെ ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവേ, അത് പെട്ടെന്ന് ടൈപ്പ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, പറയാ. The scientist who devised this method. ഇത് ടൈപ്പ് ചെയ്തിട്ടുണ്ട്, നോക്കി എഴുതാം. The scientist who devised this method. Adjective closed. Adjective closed. ഇതില് adjective close ഏതാ? Who devised. Who devised. Yeah, who devised this method. അല്ലെ, who devised തുടങ്ങിയിട്ടാണ് adjective close വരാം. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് adjective, phrase and clause എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വരാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആവുന്നുണ്ടോ? ക്ലാസ് ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. മനസ്സിലാവുന്നുണ്ട്. അപ്പോ ഇതാണ് നിങ്ങളുടെ ഏത് ചാപ്റ്റർ ആണെന്ന് അറിയോ? ഇനി കുറച്ച് ടെക്സ്റ്റ് നോക്കി. adjective clause നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഒരു ഡയലോഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ the word underlined in the above are called adjectives. They include clause. ഇവിടെ അണ്ടർലൈൻ ചെയ്തു എന്ന് പറയുന്നത്, പക്ഷേ നമ്മുടെ ടെക്സ്റ്റിൽ അണ്ടർലൈൻ ഒന്നും ചെയ്തിട്ടില്ല. relative pronouns are relative. ഓക്കെ, ഇനി റിലേറ്റീവ് പ്രോണൗൺസ് യൂസ്ഡ് ആർ എന്ന് പറഞ്ഞിട്ട് റിലേറ്റീവ് പ്രോണൗൺ ഏതൊക്കെയാണ് എന്ന് കാണിച്ചതാണ്. പീപ്പിൾ എന്ന് പറയുമ്പോൾ പീപ്പിൾ, തിങ്സ്, അനിമൽസ് ഒക്കെയാണ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ സബ്ജക്റ്റ് ആണെങ്കിൽ ഹൂ, ദാറ്റ് ഒക്കെ യൂസ് ചെയ്യാം. ഒബ്ജക്റ്റ് ആണെങ്കിൽ ഹൂ, ദാറ്റ്, വിച്ച് ഒക്കെ യൂസ് ചെയ്യാം. പൊസസീവ് ആണെങ്കിൽ ഹൂസ് ഇതൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ റിലേറ്റീവ് പ്രോണൗൺ ഏതൊക്കെയാണെന്ന് പറഞ്ഞെന്നുള്ളൂ. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. പ്രോണൗൺ പഠിച്ചപ്പോൾ നമ്മൾ റിലേറ്റീവ് പ്രോണൗൺ പഠിച്ചതാണ്. സോ അത് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും. അപ്പൊ എന്താണ് റിലേറ്റീവ് പ്രോണൗൺ എന്ന് ചോദിച്ചാൽ ക്ലിയർ അല്ലേ? Yes, ma'am. പഠിച്ചതൊന്നും മറക്കരുതിട്ടോ. നമ്മള് ആ ഓർഡറിലാണ് പോകുന്നത്. ഇതിനു മുൻപ് പഠിച്ചത് ഇനി അങ്ങോട്ട് ആവശ്യമുണ്ട്. സോ അത് മറന്നിട്ട് ഇതിലേക്ക് വരരുത്. ഓക്കെ,
അപ്പൊ റിലേറ്റീവ് പ്രോണൗൺ എന്താണെന്ന് അറിയാം. ഈ റിലേറ്റീവ് അഡ്വേർബ് എന്ന് പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ല, അത് വിട്ടേക്കും. ഇനി എക്സസൈസ് ആണേ, ഒന്ന് ചെയ്യാൻ പറ്റും നോക്കോ. Identify adjective phrase and adjective clause. This is the boat that James built. Adjective clause. Adjective clause. Clause ആണ്. Adjective. That James built എന്ന് പറയുമ്പോൾ adjective clause ആണിത്. അപ്പൊ ഈ സെന്റൻസ് എന്ന് പറയുന്നത് adjective clause ആണ്. അതാണ് ആൻസർ ചെയ്തത് കേട്ടോ. Adjective clause ആണ് ഈ സെന്റൻസ്. ഇനി അടുത്തത്, the girl on the right side is Ritik. Adjective clause. Adjective phrase. Adjective Phrase. Phrase. On the right. adjective phrase ആണ്. Adjective phrase ആ girl റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നതെന്നാ പറയുന്നത്. അപ്പൊ ഗേളിനെ കുറിച്ച് തന്നെയാ പറയുന്നത്. അപ്പൊ adjective phrase ആണ്. Next, the girl who cleaned the room is Geeta. Adjective clause. Adjective clause. Adjective clause. Adjective clause. നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സെന്റൻസ് കിട്ടുമ്പോൾ ആ സെന്റൻസിൽ വെർബ് ഉണ്ടെങ്കിൽ അത് ക്ലോസ് ആയിരിക്കും, വെർബ് ഇല്ലെങ്കിൽ അത് ഫ്രേസ് ആയിരിക്കും. ശ്രദ്ധിച്ചു നോക്കിയേ. ദ ഗേൾ ഹു ക്ലീൻഡ് ദ റൂം എന്ന് പറയുമ്പോൾ ക്ലീനിങ് എന്ന് പറയുന്നത് വെർബ് ആണ്, അതില് എന്താണ് ക്ലോസ് ആണ് അല്ലെ. Where is the woman who brought the letter? Adjective clause. Close. Brought എന്ന് പറയുന്ന verb ആണ്, ക്ലോസ് ആണ്. Next, this is the mother who visited the church yesterday. Adjective Clause. Adjective clause. Yeah, clause ആണ്. The office on the right side of the road is mine. Phrase. Adjective phrase. Adjective phrase. Phrase. Yeah. കൊള്ളാം. പഠിച്ചല്ലോ എല്ലാവരും. Okay. ഇനി മിസ്സിംഗ് റിലേറ്റീവ് ഇൻ ദ ഫോളോയിങ് സെന്റൻസ്. റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ട് ഫിൽ ചെയ്യാനാ പറയുന്നത്. ഓക്കെ, ചെയ്യാലോ? ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ്, combine the following pairs of sentence using relative. റിലേറ്റീവ് വെച്ചിട്ട് ചെയ്യാനാ പറയുന്നത്. ഇതിന്റെ ആൻസർ ഈ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതില് ഒരു മിസ്റ്റേക്ക് ഉണ്ട്, വളരെ വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എക്സസൈസ് 3 രണ്ടും ഭയങ്കര മിസ്റ്റേക്ക് ആണ്. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് വിട്ടേക്ക് വന്നാൽ, കാരണം മിസ്റ്റേക്ക് ആണ്. ക്വസ്റ്റ്യൻ വേറെ, ആൻസർ വേറെ ആയിട്ടാണ് കിടക്കുന്നത്. ഇവിടെ ഹി സ്റ്റഡീസ് ഇൻ കാലിഫോർണിയ, അമേരിക്ക ഈസ് എ ബിഗ് സിറ്റി. പറയുന്നത് റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ട് സെന്റൻസ് ചെയ്യാനാ പറയുന്നത്. അപ്പോ ഫസ്റ്റ് എ എന്ന് പറയുന്നത് ഹി സ്റ്റഡീസ് ഇൻ കാലിഫോർണിയ, അമേരിക്ക ഈസ് എ ബിഗ് സിറ്റി എന്നാണ്. പക്ഷെ ഇവിടെ ആൻസർ വരുന്നത് ദ സിറ്റി വേർ ഹി ലിവ്സ് ഈസ് മെട്രോപൊളിറ്റൻ. അതായത് ക്വസ്റ്റിനായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു ആൻസർ ആണ് കിടക്കുന്നത്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? Yes, ma'am. Yes, ma'am. അപ്പൊ അത് ഭയങ്കര മിസ്റ്റേക്ക് ആണ്. അപ്പൊ ഒന്നില്ലെങ്കിൽ ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആൻസർ കറക്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പൊ ഈ ആൻസർ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ആൻസർ വെച്ചിട്ടാണെങ്കിലും അത് കറക്റ്റ് ചെയ്യാൻ, കാരണം മൊത്തം തെറ്റാണ്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതാം, ഹി സ്റ്റഡീസ് ഇൻ എ സിറ്റി, ദ സിറ്റി ഈസ് എ വെരി ബിഗ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആൻസർ വരാ ദ സിറ്റി വേർ ഹി സ്റ്റഡീസ് ഈസ് എ വെരി ബിഗ്. അത് നിങ്ങൾ നോക്കണ്ട, അതാണ് നല്ലത്. ആ എക്സസൈസ് വിട്ടേക്കട്ടോ, അത് ഫുള്ള് മിസ്റ്റേക്ക് ആണ്. ക്വസ്റ്റ്യൻ വേറെ, ആൻസർ വേറെയാണ്. ടെക്സ്റ്റിലൊന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോ ഈ ടെക്സ്റ്റില് ഇപ്പോ ഈ ചാപ്റ്ററിൽ ഉള്ളത് അഡ്ജക്റ്റീവ് എന്താണ്, അഡ്ജക്റ്റീവ് ഫ്രേസ് എന്താണ്, അഡ്ജക്റ്റീവ് ക്ലോസ് എന്താണ്, ഇതാണ് ഞാൻ എന്റെ നോട്ടിൽ തന്നിരിക്കുന്നത്. അപ്പോ നമ്മുടെ ഈ ചാപ്റ്റർ കവർ ചെയ്തിട്ടുണ്ട്, ഫിനിഷ് ആണ്. യൂണിറ്റ് 6 അഡ്ജക്റ്റീവ്. ഓക്കെ, അപ്പോ ക്ലിയർ ആണോ? ഇനിയിപ്പോ എന്താണ് അഡ്ജക്റ്റീവ് എന്ന് ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റില്ലേ? എന്താണ് അഡ്ജക്റ്റീവ്? What is adjective clause? What is adjective phrase? Okay, are clear? Yes, ma'am. Yes, ma'am. Okay, clear ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല? ഇല്ല മാം, ക്ലിയർ ആയിട്ടുണ്ട്. ക്ലിയർ.
ഇതുവരെ എടുത്തതെല്ലാം ക്ലിയർ അല്ലേ? ക്ലാസ് എല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാ എന്നോട്. ഓക്കെ, എല്ലാവരോടും കൂടിയാണ് കേട്ടോ. 60 above സ്റ്റുഡൻസ് ഉണ്ട്. നിങ്ങളോട് എല്ലാവരോടും കൂടിയാണ്. മനസ്സിലാവുന്നുണ്ട് മിസ്. നിങ്ങൾ അങ്ങനെ പറയുമ്പോ എനിക്ക് കൂടെ ഒരു സമാധാനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇനി ചോദിക്കുന്നത്. ഓക്കെ മാം, എക്സസൈസ് 1 ഇല്ലേ, ആ അതില് ഈയുടെ ആൻസർ ഇതില് തെറ്റാ. ആൻസർ കൊടുത്തേക്കുന്നത്. നിങ്ങളത് വിട്ടേക്കൂ. നമുക്ക് ഈ എക്സസൈസ് ഒന്നും വേണ്ട. നമുക്ക് ഞാൻ പുതിയൊരു എക്സസൈസ് തരാം. പോരെ? മിസ് ഈ നോട്ട് ക്ലാസ് റൂമിൽ ഇടില്ലേ? അടുത്ത ക്ലാസ്സിൽ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യണോ? അഡ്ജക്റ്റീവ് കുറച്ചൊരു എക്സസൈസ് ഒക്കെ വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യണോ? ചെയ്യാല്ലേ? ചെയ്യാം മാം. ചെയ്യാം മാം. കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ ഇട്ടിരുന്നാ മതി. ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് വരാം. ഓക്കെ മാം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു. അപ്പൊ നമ്മൾ ഏതൊക്കെ പോർഷൻ കവർ ചെയ്തെന്ന് അറിയോ? നൗൺ, പ്രോനൗൺ, then verb, adjective. ഓക്കെ, ഇത്രയും പോർഷൻ എന്റെ നോട്ട് നോക്കി മാക്സിമം പഠിക്കുക. കുറെ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്. വളരെ പെട്ടെന്ന് കവർ ചെയ്യുന്നുണ്ട്. ഒരു ക്ലാസ് കൊണ്ട് തന്നെ നമ്മുടെ ഈ അഡ്ജക്റ്റീവ് എന്ന് പറയുന്ന പോർഷൻ കഴിഞ്ഞു അല്ലെ? മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ കാണാം. കുറച്ചുകൂടി നിങ്ങൾ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കണം. കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. ഓക്കെ, ഓക്കെ മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു. Thank you, ma'am. താങ്ക് യു. താങ്ക് യു മാം.